നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയെ സംബന്ധിച്ച് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇസ്രായേലിൻ്റെ ഒരു പ്രസ്താവനയാണ്. ഇസ്രായേൽ ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇറാനുമായുള്ള റഷ്യയുടെ സൈനിക സഹകരണം അതിനെക്കുറിച്ച് ഇസ്രായേൽ വ്യക്തമായ റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന വാർത്തയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. Su-35 യുദ്ധവിമാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ എന്നിവ ഇറാന് നൽകുവാനുള്ള റഷ്യയുടെ തീരുമാനത്തെ ഇസ്രായേലി സുരക്ഷയ്ക്ക് നേരിട്ട് റഷ്യ ഭീഷണി വരുത്തുന്ന ഇസ്രായേൽ കണക്കാക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം വന്നിരിക്കുന്നത്. അതായത് ഇറാനും റഷ്യയും തമ്മിലുള്ള സഹകരണം, ആയുധ സഹകരണം, Su-35 യുദ്ധവിമാനങ്ങളും അതുപോലെ റഡാർ സംവിധാനങ്ങളും ഒക്കെ ഇറാന് നൽകുന്നത് അത് ഡയറക്റ്റായിട്ട് തന്നെയുള്ള ഒരു സുരക്ഷാ ഭീഷണിയായിട്ട് ഇസ്രായേൽ കണക്കാക്കുന്നു എന്ന ഒരു നിഗമനം ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നു എന്ന വലിയ വാർത്ത തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ ഉലയ്ക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളുമൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്നു തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഇറാൻ്റെ നാവികാഭ്യാസം, ഹോർമൂസിൽ നടന്ന നാവികാഭ്യാസത്തെക്കുറിച്ച് കൂടുതൽ വിശദ വിവരങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ ഇപ്രാവശ്യം ഒരേ സമയം 2000 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന രീതിയിലുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി എന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. നേരത്തെ 500 മിസൈലുകളാണ് ഒരേ സമയത്ത് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചതെങ്കിൽ ഇത്തവണ അതിൻ്റെ വ്യാപ്തി കൂട്ടുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഇറാൻ വിജയകരമായി നടപ്പിലാക്കി എന്ന നിഗമനങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഖോദർ 110, ഖാദർ 380, ഖാദിർ 303 എന്നീ മിസൈലുകളും ഇറാൻ ഈ അവസരത്തിൽ പരീക്ഷിച്ചു എന്ന വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്താൽ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ തക്കവണ്ണമുള്ള കഴിവ് ഈ നാവികസേന പ്രകടനത്തിൽ ഇസ്രായേൽ പുറത്തെടുത്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിജയകരമായി പരീക്ഷിച്ചു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഇതോടനുബന്ധിച്ച്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ സംഘർഷപൂരിതമാകുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുടിൻ്റെ ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ചാണ്. ആ സന്ദർശന വേളയിൽ പുടിൻ ഇന്ത്യൻ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ രാഷ്ട്രപതി ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വിമാനത്തിൽ നിന്ന് ഇറങ്ങി ഇന്ത്യൻ രാഷ്ട്രപതി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ സൈനികനെ കാണുകയാണ്. അദ്ദേഹം ആ ഇന്ത്യൻ സൈനികന് കൈ കൊടുത്തു, അദ്ദേഹത്തെ ഹസ്തദാനം ചെയ്തു എന്ന ഒരു വാർത്ത വലിയ മാധ്യമങ്ങൾ കൂടി തന്നെ വലിയ പ്രാധാന്യത്തോട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. പുടിൻ്റെ ഒരു സഹാനുഭൂതി, അതായത് വലിപ്പ ചെറുപ്പമില്ലാതെ അദ്ദേഹം ആളുകളോട് ഇടപഴകുന്നതിൻ്റെ ഒരു ഉദാഹരണമായി ഈ രംഗം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അന്തർദേശീയ മീഡിയകളിലൊക്കെ. നേരത്തെയും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ, അതായത് വലിപ്പ ചെറുപ്പമൊന്നുമില്ലാതെ ചെല്ലുന്ന രാജ്യങ്ങളിലൊക്കെ ആളുകളോട്, സാധാരണക്കാരായ ജനങ്ങളോട്, പട്ടാളക്കാരോട്, തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട്, ഒപ്പം ഈ ഹോട്ടലിലെ പാചക വിദഗ്ധരോടൊക്കെ ഇടപഴകുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോകളും അദ്ദേഹം ജനങ്ങളെയൊക്കെയും തുല്യ നിലയിൽ കാണുന്നു എന്നുള്ള കാര്യങ്ങളുമൊക്കെ ചർച്ചയായിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം വരുമ്പോൾ ഇത്തരം ഒരു വാർത്ത കൂടി ചർച്ചയാകുന്നു എന്ന പ്രാധാന്യമുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ലോക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.